എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പൈസി മുട്ടക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അതിനായിട്ട് ഞാനൊരു 4 മുട്ട ഇവിടെ പുഴുങ്ങിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാല്, ചെറിയ മുറി തേങ്ങയുടെ പാലാണ്. പിന്നെ ഒരു 10-15 ചുവന്നുള്ളി. ഇതിലേക്ക് ഞാൻ സവോള ചേർക്കുന്നേയില്ല. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾക്ക് വഴിയെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ തക്കാളി പൊടിയായി അരിഞ്ഞിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറികൾക്കൊക്കെ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു അല്പം കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് ആ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് അതിലിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും അറിയാമല്ലോ, ചുവന്നുള്ളി മൂത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ആ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മെൽട്ടായി വരട്ടെ. അപ്പോൾ നല്ലതുപോലെ ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടിയാണ്. ഞാനത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. എന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കളറിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ഗ്രേവി നന്നായി തിളച്ച തക്കാളിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വരണം. കണ്ടില്ലേ, അതുപോലെ നല്ലതുപോലെ ഒന്ന് തിളച്ചത് ആ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് അത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ആ കോഴിമുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മറ്റേ കുരുമുളക് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. ശരിക്കും സ്പൈസി ആയിട്ടിരിക്കും, നല്ല എരിവും പിന്നെ ആ തക്കാളിയുടെ രുചിയെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതൊന്ന് അടച്ചു വെച്ചൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിടുക. കാരണം അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ആ മുട്ടയിൽ ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മളെ ഗ്രേവി നല്ല ഒരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോരാത്ത ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഇനി ആ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് അധികം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയുടെ മൂത്ത ആ ഒരു ഫ്ലേവറും തക്കാളിയുടെ പുളിയും തേങ്ങാപ്പാലിൻ്റെ ആ ചെറിയ മധുരവും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവസാനം കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നല്ല സ്പൈസി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് ചൂടാറിയതിന് ശേഷം എന്താ എടുത്ത് അല്ലേ, ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി അതിലേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു മണം തന്നെയാണ് വരുന്നത്. അപ്പോൾ അടിപൊളി സ്പൈസി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.